സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാങ്ങാണ്ടിയുടെ ഓരോരോ ഊള ഫോട്ടോഷൂട്ട് നോക്കണേ. ദേ നോക്കിയേ, വിഷു ദിനത്തിൽ സ്വന്തം അമ്മയുടെ ഫോട്ടോഷൂട്ടാണ്. അമ്മയുടെ ഫോട്ടോഷൂട്ട് നടത്തുന്നതിൽ ഒന്നും തെറ്റില്ല. ഒരു വ്യക്തിക്ക് സ്വന്തം അമ്മയ്ക്ക് ഒരു സന്തോഷവും കണിയും ഒരുക്കി കൊടുക്കുന്നത് ഈ നാട്ടിൽ നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ മക്കൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ വീഡിയോ എടുക്കുന്ന എന്തിനായിരിക്കും? അമ്മയോടുള്ള ആത്മാർത്ഥതയാണോ, അതോ ഞാൻ ചെയ്യുന്ന പ്രകടനങ്ങൾ നാട്ടുകാരെ കാണിക്കണോ എന്നുള്ള ഉദ്ദേശത്തിലാണോ? ഒരാൾ മാനസിക സംതൃപ്തിക്കാണല്ലോ ഈ അമ്മയ്ക്ക് വിഷുക്കണി, അതിലൂടെ അവർക്ക് കിട്ടുന്ന സന്തോഷം. ആ സംതൃപ്തിയെല്ലാം പരസ്പരം അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. വേണമെങ്കിൽ ഒരു ചെറിയ വീഡിയോ എടുത്ത് ഇടുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ മാങ്ങാണ്ടി ആ പ്രവർത്തനം ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു വർഷം ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പുത്രന്മാർക്കും ഒരു അമ്മമാർക്കും കൊടുക്കാത്ത നാണക്കേടാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു സ്ത്രീക്ക് സമ്മാനിച്ചത്. അവർ എത്ര രാത്രികളിൽ ഇവനെ പ്രസവിച്ചതോർത്ത് നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ടാകാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ ആരോപണമായിരുന്നില്ല. പെൺകുട്ടികൾ പൊട്ടിക്കരഞ്ഞും നിലവിളിച്ചും പറഞ്ഞ കാര്യങ്ങൾ, ഭ്രൂണഹത്യകൾ, ഗർഭം കലക്കൽ, എന്തിനേറെ പറയുന്നു, ഇവന്റെ ഞരമ്പൻ ലീലാവിലാസങ്ങൾ കേട്ട ഒരമ്മയാണ്. അപ്പോൾ അവരെ ഉപയോഗിച്ച് വരെ PR ഫോട്ടോഷൂട്ട് നടത്തി മെയിൻ സ്ട്രീമിലേക്ക് വരാൻ വേണ്ടി ഇവൻ കാട്ടുന്ന നാറിയ ഈ പ്രവർത്തനം കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. PR വർക്കിന് സ്വന്തം അമ്മ പോലും ഇരയാണെന്നുള്ള കാര്യമാണ്. കാര്യം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറണം. ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷവും പാർട്ടിക്കാരനായി നടന്ന് ഇന്നിപ്പോ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നത് എന്താണ്? ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ നിന്ന് ഉറപ്പ് കിട്ടിയിരിക്കുന്നു, നിന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാം, നീ ഞങ്ങളെക്കുറിച്ചുള്ള ആ തെളിവൊന്നും പുറത്ത് വിട്ടുകളയല്ലേ. ആ നിലയ്ക്കാണ് പുറത്താക്കി ഒരുത്തൻ വെളിയിൽ അകത്ത് നിൽക്കുന്നവരെക്കാൾ വലിയ കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇമാതിരി ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഈ മകനെ കുറിച്ച് ഓർത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അമ്മ അത് ആനന്ദിക്കുന്നുണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ, സന്തോഷകരമായ വിഷുദിനാശംസകൾ. പിന്നെ നമ്മൾ ഇതൊക്കെ കാണണം. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും മാങ്ങാണ്ടി ഫാൻസുകാരായിട്ടുള്ളവർക്ക് ഇത് മതി. മകന്റെ ഈ അലവലാതിത്തരോ ഈ തെറ്റും കണ്ടിട്ട് അതിനെ അതേപടി പ്രചോദിപ്പിക്കുന്ന ഒരു അമ്മയാണ് കൂടെ ഉള്ളതെങ്കിൽ അവരെക്കുറിച്ച് പിന്നെ ഒന്നും പറയുന്നില്ല. പ്രായമായിട്ടുള്ള ഒരാളാണ്. ഇമാതിരി സമൂഹത്തിലെ നിരവധി പെൺകുട്ടികളുടെ കണ്ണീര് വീഴ്ത്തിയവൻ, ജനിച്ച ഭ്രൂണങ്ങളെ നശിപ്പിച്ചവൻ, അവൻ ഇനി എത്ര ദൈവവിശ്വാസിയായാലും, ഇനി എന്ത് മഹത്തരമായിരുന്നാലും അവൻ ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കാലം തെളിയിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സ്വന്തം നിലനിൽപ്പിനും സ്വന്തം രാഷ്ട്രീയ ഭാവിക്കും കിട്ടിയ ഹൈപ്പിൽ നിന്ന് താഴെ ഇറങ്ങാൻ അവനെ മനസ്സനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവൻ ഉടായ്പും ഫ്രോഡ് പ്രവർത്തനവും കാണിക്കാനുള്ള മികവ് കണ്ടിട്ട് സുഡാപ്പികളും മൗദൂദികളെല്ലാം ഹൈപ്പിൽ നിർത്തുമ്പോൾ ഷാഫിയെ പോലുള്ള രാഷ്ട്രീയ പിതാവിന്റെ പല രാഷ്ട്രീയ പിമ്പ് പരിപാടിക്കും ഇതിനേക്കാൾ മികച്ചൊരു ഫ്രോഡിനെ കിട്ടാനുമില്ല. സ്വാഭാവികമായിട്ടും സുഡാപ്പിക്കാരന് ചെയ്യാൻ മതേതര മുഖമായിട്ടുള്ള വ്യക്തിയെ കിട്ടി. അയാൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് സ്വയം സമൂഹത്തിന്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങൾ കാണുമ്പോൾ അതിൽ നടിയായി അഭിനയിച്ചു കൊടുക്കാൻ ഒരമ്മ തയ്യാറാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മകൻ ചെയ്ത തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് ദൈവവും അല്ലെങ്കിൽ ഈ വിഷുക്കണി കണ്ട കൃഷ്ണനൊക്കെ ക്ഷമിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. ചെയ്തതിനൊക്കെയും ഈ നാട്ടിൽ ഇവൻ കണക്ക് പറഞ്ഞിട്ടേ പോകുള്ളൂ, അനുഭവിച്ചേ മടങ്ങുള്ളൂ. അല്ലെങ്കിൽ ദൈവസങ്കല്പമൊക്കെ എന്ത് എന്ന് നമുക്ക് വരും കാലങ്ങളിൽ നേരിട്ട് കണ്ട് തന്നെ അറിയാൻ അവസരമുണ്ടാവും.